അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ എഡിറ്റിംഗ് നമ്മൾ പഠിച്ചല്ലോ. ഇനി ആ എഡിറ്റ് ചെയ്ത വീഡിയോക്ക് നമ്മൾ ആകർഷകമായിട്ടുള്ളൊരു തമ്പനയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ യൂട്യൂബ് വീഡിയോക്ക് എങ്ങനെയാണ് തമ്പനയിൽ വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് കട്ട് പേസ്റ്റ് ആപ്പ്, കൈൻ മാസ്റ്റർ, തമ്പനയിൽ മേക്കർ, ഇത്രയും ആപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ആപ്പുകൾ മുഴുവൻ യൂസ് ചെയ്യേണ്ട ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ആപ്പുകൾ 3 കൊണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കൈൻ മാസ്റ്റർ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്താൽ നമുക്ക് 16:18 ആ റേഷ്യോ ആദ്യം എടുക്കുക. അതാണ് യൂട്യൂബിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് ഗാലറി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ഏതാണ് തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് തമ്പനയിൽ മേക്കറിൽ ഞാൻ 16:18 റേഷ്യോയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു തമ്പനയിലാണ്. അപ്പോൾ ഇതെടുക്കുക. എന്നിട്ട് അതിലിങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഓപ്ഷൻ വരും. അതിൽ ഫിൽറ്റർ എന്നുള്ളത് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫിൽറ്ററിലും ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും ക്ലിക്ക് ചെയ്ത് നോക്കുക ഏതിലാണ് നമുക്ക് ഓക്കെ ആയിട്ട് കണ്ണിന് തോന്നുന്നത് അത് ഇതാക്കുക. ഒരുപാട് അങ്ങ് കുത്തണ്ട, എന്നാൽ ഒരുപാട് ഡാർക്കോ ആവേണ്ട ആ രീതിയിലുള്ളതൊന്ന് സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഇതിങ്ങനെ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് എന്നുള്ളത് എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാനാവും. അത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ വേണ്ടതെന്നുള്ളതൊക്കെ. അടിയിലുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ കീബോർഡ് മാറ്റിയെടുക്കുക. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ തൽക്കാലം ഇതിൻ്റെ കണ്ടൻറ്റായിട്ട് പറ്റിയ ഒന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നൈറ്റി മെറ്റീരിയൽസ് അവൈലബിൾ എന്നാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനങ്ങനെ ഇവിടെ അത് നമുക്ക് ഏത് രീതിയിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ട കളറ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ളത് ആപ്പ് ഓപ്പൺ ആക്കിയതിന് ഇത് സേവ് അടിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ ഓക്കെ അടിച്ചു. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇത് വരെ ഇങ്ങനെയാണ്. ഇനി അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ അത് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ അത് താഴോട്ടാക്കണമെങ്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതപ്പോൾ ഒന്നും കൂടി ഒന്ന് വലിപ്പത്തിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇതിന് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ കൂടുതലും നമുക്ക് ഒരു അട്രാക്ഷൻ കൊടുക്കുന്നത് യെല്ലോ കളറാണ്. ഈ ആനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ ഔട്ട്ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും കൂടെ യെല്ലോ കൊടുക്കുക, ഔട്ട്ലൈനും കൂടെ യെല്ലോ കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഇതൊന്ന് കട്ടിയായിട്ട് വരും ആ ഒരു എഴുത്ത്. എന്നിട്ട് ഗ്ലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഈ ലെയർ എന്നുള്ള അതിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒന്ന് ബ്ലാക്ക് കൊടുക്കുക. ഫുള്ള് യെല്ലോ ആകുമ്പോൾ അത് മനസ്സിലാവില്ല. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ കുറയണമെങ്കിൽ കുറച്ച് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ ഈ ചതുരത്തിലുള്ള ക്യാപ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് നമ്മളെ ഫോൺ ഗാലറിയിൽ സേവ്ഡായി. ഇത്രയാണ് കൈൻ മാസ്റ്ററിൽ തമ്പനയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമുക്ക് കട്ട് പേസ്റ്റ് ആപ്പ് എടുക്കാം. അതിലെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം. ഈ 3 ആപ്പുകളും ഐഫോണിൽ ചിലതേ ഉള്ളൂ, VN ഒക്കെയാണ് ഉള്ളത്. ഇതാണ് കട്ട് പേസ്റ്റ് ആപ്പ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ സാധാ ആൻഡ്രോയിഡ് ഫോണിലെല്ലാം കിട്ടും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഫോട്ടോ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റി കൊടുക്കാൻ കട്ട് പേസ്റ്റ് ആപ്പ് സൂപ്പറാണ്. ഇങ്ങനെ വരും. ഇതിൽ ആദ്യം കട്ട് ഔട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഗാലറി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിലിങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ ഒരു ഇത് വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോസ് വരും. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോസാണ് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ ഞാനിങ്ങനെ കൈകൊണ്ടാണ് ഇതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു കെട്ട് നൈറ്റിൻ്റെ ബിറ്റാണ് എടുക്കുന്നത്. ബാക്കി എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് ഓക്കെ എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ ആ ഒരു കെട്ട് നൈറ്റ് നമുക്ക് ഫോട്ടോസ് മാത്രമാണ് വേണ്ടതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് മുകളിലുള്ള നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
നമുക്കതിൻ്റെ ഇതിൽ എറൈസ് എന്നുള്ളതൊക്കെ എടുത്ത് കൊടുത്താൽ അതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം വേണ്ടാത്തുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഈ അടിഭാഗത്തുള്ള ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ആ ഗാലറിയിൽ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ സേവ് അടിച്ചു കൊടുത്താൽ നമ്മൾ ആ പിക്ചർ സേവായി. ഇനി തമ്പനെയിൽ മേക്കർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. തമ്പനെയിൽ മേക്കർ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ ഓപ്പൺ ആക്കി വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൽ തമ്പനെയിൽ കവർ എന്ന് വരും. അതിൽ തമ്പനെയിൽ നിന്ന് അടിച്ചു കൊടുക്കുക. കവറാണ് വേണ്ടതെങ്കിൽ കവറിൽ നിന്ന് അടിച്ചു കൊടുക്കുക. തമ്പനെയിലാണെങ്കിൽ തമ്പനെയിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ ഗാലറിയിൽ നിന്ന് എടുക്കുക. ഗാലറിയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോട്ടോസുകൾ വരും. അതിൽ നമുക്കിഷ്ടമുള്ളൊരു ഫോട്ടോസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ തുമ്പനയിൽ നിന്നുള്ള അതിൽ വരും. ഇതിൽ ഫയൽ മാനേജർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് വരാത്ത പിക്ചറും അതിൽ നിന്ന് വരും. ചിലത് ഓപ്പണായിട്ട് ഒന്നാകെ വരില്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്കിഷ്ടമുള്ളൊന്ന് ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പരസ്യമാകും വരിക. അപ്പോൾ മുകൾ ഭാഗത്ത് തമ്പനയിൽ നിന്ന് വരും. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലത് ഇഷ്ടമുള്ള നമ്മുടെ റേഷ്യോയിൽ അത് കറക്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് വരിക അതിൻ്റെ വിൻഡോ. ഇത് നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിൽ ഈ പെൻസിൽ പോലെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ എഴുത്ത് കണ്ടിട്ട് ആരും ടെൻഷൻ ആവേണ്ട. അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അങ്ങനെ വരും. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ റിമൂവ് അടിച്ചു കൊടുത്താൽ അത് മുഴുവൻ പോവും. ഡിലീറ്റ് അടിച്ചു കൊടുത്താൽ മതി, അത് പോയിക്കോളും. അതിൻ്റെ ശേഷം നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീബോർഡ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ ആക്കുകയെന്ന് വെച്ചാൽ അതെല്ലാം നമ്മുടെ ഓപ്ഷനിലാണ്. അതെല്ലാം അതിൽ തന്നെ വരും. ഞാൻ തുമ്പനയിൽ ഉണ്ടാക്കുന്നത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണ് ഞാനിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 3 ആപ്പും വേണമെന്നല്ല, ഇതിലേതിലും ചെയ്യാം. ചില ടൈമിൽ ഇത് 3 നമുക്ക് വേണമെന്ന് തോന്നും. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഇതിൽ ചെയ്യാനാണ്. പോലെ എന്തെങ്കിലും എല്ലാം ബാക്ക്ഗ്രൗണ്ട് മാറ്റാനാകുമ്പോൾ കട്ട് പേസ്റ്റ് ആപ്പാണ് നല്ലത്. കൂടുതൽ ക്ലാരിറ്റി എഴുത്തുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈൻ മാസ്റ്ററാണ് നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഏതാ അതിൽ ചെയ്യാം. ഞാൻ ഈ 3 ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. ചില ടൈമിൽ ചിലത് റേഷ്യോ കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ തുമ്പനെയിൽ മേക്കറിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് എഴുതാതെ ഇങ്ങനെ സെറ്റാക്കി ഫോട്ടോസ് ഫ്രെയിം സെറ്റാക്കി വെക്കും. ചില ടൈമിൽ കൈൻ മാസ്റ്ററിൽ നമുക്ക് ഫ്രെയിം സെറ്റായി കിട്ടില്ല. ഇതപ്പോൾ ഞാൻ എഴുതിയത് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇഷ്ടമുള്ള രീതിയിലുള്ള അക്ഷരങ്ങളാക്കി മാറ്റാം. എല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കുക. ഏതിലാണ് നമുക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നത് അത് സേവ് അടിക്കുക. എന്നിട്ട് ഇതിൽ ടിക്ക് അടിച്ചാൽ മാത്രമേ അത് ശരിയായിട്ട് വരുള്ളൂ. അതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ കളേഴ്സ് മാറ്റി കൊടുക്കുക. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കളർ വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എഴുതാനും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടുന്നത് കൈൻ മാസ്റ്ററിൽ തന്നെയാണ് കേട്ടോ. കൂടുതലും കൈൻ മാസ്റ്റർ ചിലർക്കൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ് ഇത് എങ്ങനെയാണ് ഏതാണെന്ന് വെച്ചിട്ട്. പക്ഷേ സിമ്പിളാണ്, ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാൻ തുമ്പനയിൽ സെറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ഭാഗത്തും ചെയ്യുന്നത് വേറൊരു ഭാഗത്തും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്നും കൂടെ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് താഴോട്ടാക്കി കൊടുത്താൽ അത് ക്ലിയറായി. ഇതിൽ ചിലപ്പോൾ ഈ ഒരു ആപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്യണ പോലെയല്ല വരിക. അതുപോലെ എല്ലാ കളേഴ്സും വരാനും ചിലപ്പോൾ ഒരുപാടാണ്. പക്ഷേ ആ കറക്റ്റ് റേഷ്യോയിൽ കിട്ടാൻ ഈ ഒരു ആപ്പ് വളരെ യൂസ്ഫുള്ളാണ്. തുടക്കത്തിൽ കൈൻ മാസ്റ്റർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അങ്ങോട്ട് ലെവലായി കിട്ടണില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ തുമ്പണയിലൊന്നും കൂടി സെറ്റായത് കൈൻ മാസ്റ്ററിൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ റേഷ്യോ കിട്ടാനൊക്കെ ഏറ്റവും നല്ല രീതിയിലാണെന്ന് വെച്ചിട്ട് ഞാനിതും ഒഴിവാക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കണ്ടിട്ട് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക. പിന്നെ അതുപോലെ നേരത്തെ കട്ട് പേസ്റ്റ് ആപ്പ് ഇതിപ്പോൾ ഞാൻ പറയാൻ വിട്ടൊരു സംഭവമുണ്ട്. അതിൽ നമ്മൾ സേവ് അടിക്കുന്നതിന് മുമ്പ് കൈൻ മാസ്റ്ററിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സേവ് ചെയ്ത് വെക്കുക. ആദ്യം ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് 16:9 റേഷ്യോയിലാക്കാനുള്ള ഒരിത് ആ കട്ട് പേസ്റ്റ് ആപ്പിലില്ല. അപ്പോൾ റേഷ്യോയിലുള്ള പിക്ചർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ
ഈസിയായി. ഇനി ഇതിൽ സേവ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ തമ്പനെയിൽ ഇവിടെ സെറ്റപ്പായി. അപ്പം തമ്പനെയിൽ ഉണ്ടാക്കാനും പഠിച്ചു, വീഡിയോ എഡിറ്റ് ചെയ്യാനും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഇതിലെ കളേഴ്സ് മാറ്റുന്നത് ഇങ്ങനെയാണ്. പരമാവധി അറിയുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് അറിയാത്തത് പറഞ്ഞുതരിക. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെങ്കിൽ അത് ഞാനും പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നൈറ്റി മെറ്റീരിയൽ എത്തുക. വേണ്ടവരൊക്കെ ഷോർട്സിലുള്ള നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യേ.